വസിച്ചാൽ അവൻ നമ്മിലും വസിക്കും. തായ്തണ്ടോടു ചേർന്നു നിൽക്കും ശാഖകൾ പോലെ നൽഫലങ്ങളേകും നാം അബൈഡേഴ്സ്. ദൈവത്തിൽ പ്രത്യാശ അബൈഡേഴ്സ്. സഭയുടെ സമ്പത്ത് അബൈഡേഴ്സ്. ലോകത്തിൻ രക്ഷകർ അബൈഡേഴ്സ്. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായി 10:32 എന്താ പറഞ്ഞത്? മനുഷ്യരുടെ മുൻപിൽ വെച്ച് എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ വെച്ച് ഞാൻ ഏറ്റുപറയും. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു വാക്യമാണ്. മനുഷ്യരുടെ മുമ്പിൽ വെച്ച് എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാൻ ഏറ്റുപറയും. ഇതൊരു കപ്പാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുമോ? അംഗീകരിക്കും. എന്തുകൊണ്ട്? അപ്പം ഇതുകൊണ്ടല്ല, കപ്പ് എന്ന പാത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ മുൻ അറിവിന് ഈ പാത്രം ചേർന്ന് പോകുന്നുണ്ട്. കപ്പ് എന്ന പാത്രത്തെ പറ്റി നിങ്ങൾക്ക് ധാരണയുണ്ട്, മുൻ ധാരണയുണ്ട്. അതിങ്ങനെ ആയിരിക്കണം, അതിൻ്റെ ഷേപ്പ് ഇന്നതായിരിക്കണം. ആ ധാരണയ്ക്ക് യോജിച്ചു പോകുന്ന പാത്രമാണിത്. അതുകൊണ്ടാണ് നിങ്ങൾ അംഗീകരിക്കുന്നത്. ഇതുപോലെ യേശുക്രിസ്തു ദൈവമാണ് എന്ന് പറയുന്നതിന് എന്തെങ്കിലും സെൻസ് ഉണ്ടാകണമെങ്കിൽ ദൈവം എന്ന കോൺസെപ്റ്റിൻ്റെ, ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം ആദ്യം അറിയണം. ദൈവം എന്ന വാക്കിന് സാമാന്യ അർത്ഥം എന്താ? സാമാന്യ അർത്ഥം, അതായത് എല്ലാ മനുഷ്യർക്കും സ്വീകാര്യമായ അർത്ഥം, എല്ലാവരും അംഗീകരിക്കുന്ന അർത്ഥം. ദൈവം എന്ന വാക്കിന് എന്താ അർത്ഥം? പറഞ്ഞേ. ദൈവം ദൈവം എന്ന് കേൾക്കുമ്പോൾ എന്തർത്ഥമാണ് നമ്മൾ മനസ്സിലുണ്ടാകുന്നത്? ഞാൻ പറഞ്ഞില്ല, ക്രിസ്തീയമായ അർത്ഥമല്ല ചോദിച്ചത്, സാമാന്യ അർത്ഥമാണ് ചോദിച്ചത്. ഒരു കോമൺ സെൻസ്. ദൈവം എന്ന വാക്കിന് അർത്ഥം എന്താണ്? ദൈവം എന്ന വാക്കിനുള്ള സാമാന്യ അർത്ഥം സകലത്തിൻ്റെയും സൃഷ്ടാവ് എന്ന് തന്നെയാണ്. ശ്രദ്ധിച്ചിരിക്കുക, സകലത്തിൻ്റെയും സൃഷ്ടാവിനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ദൈവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്? ശ്രദ്ധിച്ചിരിക്കണം, വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കുകയാണ്. സകലത്തിൻ്റെയും സൃഷ്ടാവിനെയാണ് ദൈവം എന്ന് വിളിക്കുന്നതെങ്കിൽ എത്ര ദൈവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്? ഒന്നേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? സകലത്തിൻ്റെ സൃഷ്ടാവല്ലേ. അപ്പോൾ ദൈവം എന്ന ആ വാക്കിന് രണ്ട് എന്ന അർത്ഥം ഒരിക്കലും വരികയില്ല. ഒരു ദൈവം ഉണ്ടാകാൻ പറ്റുകയുള്ളൂ. ദൈവം എപ്പോഴും ഏകനാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ദൈവം ആണെങ്കിൽ യേശുക്രിസ്തു ഏതൊക്കെ മതവിഭാഗക്കാരുടെ ദൈവമാകും? ഏതൊക്കെ മതവിഭാഗക്കാരുടെ ദൈവമാകാൻ സാധ്യതയുണ്ട്? എല്ലാ മതവിഭാഗത്തിൻ്റെയും എല്ലാ ജനതകളുടെയും ദൈവം യേശുക്രിസ്തു തന്നെ. ദൈവം എന്ന വാക്കിന് സാമാന്യ അർത്ഥം എല്ലാത്തിൻ്റെയും സൃഷ്ടാവാണ്. ക്രിസ്തീയ വിശ്വാസം പറയുകയാണ് യേശുക്രിസ്തു ദൈവമാണ്. നിങ്ങൾ മാമോദിസ മുങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിച്ചോളണം. മാമോദിസ പങ്കെടുക്കാൻ പോകുമ്പോൾ ഈ അമേരിക്കയിൽ മാമോദിസ രണ്ട് തരത്തിലുള്ളതുണ്ട്. യൂറോപ്പിലുണ്ടാകും, എനിക്കറിയത്തില്ല. അമേരിക്കയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അഡൾട്ട് ബാപ്റ്റിസം എന്ന് പറയും. അതായത് കുഞ്ഞുനാളിൽ മാംസം മുക്കുക എന്തെങ്കിലും കാരണം വച്ചാൽ സാധിച്ചില്ലെങ്കിൽ പിന്നെ അവർ മാംസം മുക്കുകയില്ല. പിന്നെ 18 വയസ്സ് പൂർത്തി അതിന് വെയിറ്റ് ചെയ്യും. 18 വയസ്സായി കഴിയുമ്പോൾ ആ വ്യക്തി സ്വയം തീരുമാനം എടുക്കാൻ എനിക്ക് മാംസം മുങ്ങണമെന്ന്. എന്നിട്ട് ആ വ്യക്തി പോയി പള്ളി വികാരിച്ച് നേരിട്ട് പേഴ്സണലായിട്ട് കണ്ട് പറഞ്ഞു, അച്ഛൻ എനിക്ക് മാമൂസം മുങ്ങണം. അച്ഛൻ പേര് എൻറോൾ ചെയ്യും. അതിനുശേഷം 10 മാസത്തേക്ക് ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ് എല്ലാ ബുധനാഴ്ചയും 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് ആണ്. അതിന് പ്രത്യേക സംവിധാനമുണ്ട്. RCIA എന്നൊരു കോഴ്സൊക്കെ ഉണ്ട് അമേരിക്കൻ പള്ളികളിൽ. ആ കോഴ്സ് പഠിപ്പിക്കുന്ന ആൾ എല്ലാം കഴിയുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്യും.
മാമോദിസ മുങ്ങാനുള്ള ക്വാളിഫിക്കേഷനായോ നോക്കും. ആ കോഴ്സ് ഡയറക്ടറിന് മനസ്സിലായെങ്കിൽ, ബോധ്യമായെങ്കിൽ അദ്ദേഹത്തെ റെഫർ ചെയ്യും വികാരിയച്ഛന്. വികാരിച്ചൻ സമഗ്രമായ പരിശോധന നടത്തും. വികാരിച്ചന് ബോധ്യം വന്നു കഴിയുമ്പോൾ ബിഷപ്പിന് റെഫർ ചെയ്യും. ബിഷപ്പ് നേരിട്ട് വന്ന് ഇയാളുമായി ഇൻ്റർവ്യൂ ചെയ്യും. ക്രിസ്ത്യാനിയാകാൻ തക്ക വിശ്വാസം ഉണ്ടെന്ന് നോക്കും. അപ്പോൾ ഒരാൾ ക്രിസ്ത്യാനിയാകുന്നത് മാമോദീസ വഴിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആക്ച്വലി മാമോദീസ വഴിയല്ല, വിശ്വാസം വഴിയാണ്. യേശു ക്രിസ്തു ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നതിലൂടെയാണ് ഒരു ക്രിസ്ത്യാനിയായിത്തീരുന്നത്. അതുകൊണ്ടാണ് മാമോദിസ മുങ്ങാൻ വരുന്നവരോട് സഭ പുരോഹിതന്റെ നേതൃത്വത്തിൽ ഒരു ചോദ്യം ചോദിക്കും. 3 ചോദ്യം ചോദിക്കും. സിറോമലബാറിയത്തിലാണെങ്കിൽ 3 ചോദ്യരൂപത്തിലാണ്. ലത്തീൻ ക്രമത്തിലാണെങ്കിൽ വിശ്വാസ പ്രമാണം മുഴുവൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കണം. സിറോമലബാറിയത്ത് അതിൻ്റെ സത്ത് മാത്രം 3 ചോദ്യരൂപത്തിലാക്കിയിരിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പിശാചിനെയും അവൻ്റെ പ്രവർത്തനങ്ങൾ നീ ഉപേക്ഷിക്കുന്നോ? രണ്ടാമത്തേത്, പാപവും പാപഹേതുക്കളും നീ ഉപേക്ഷിക്കുന്നോ? ഇനി പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താ? അത് യേശു ക്രിസ്തുവിനെ ദൈവമായി സ്വീകരിക്കുന്നു. യേശു ക്രിസ്തുവിനെ ദൈവമായി സ്വീകരിക്കാൻ വേണ്ടിയാണ് സാത്താനെയും പാപത്തെ ഉപേക്ഷിക്കുന്നതെന്ന് അർത്ഥം. അപ്പോൾ യേശു ക്രിസ്തുവിനെ ബോധപൂർവം ദൈവമായി അംഗീകരിച്ച് വിശ്വസിച്ച് ഏറ്റു പറഞ്ഞതിന് ശേഷമാണ് ആ വ്യക്തി മാമോദിസ മുക്കുകയുള്ളൂ. നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ ജ്ഞാനസ്നാന പിതാക്കളും മാതാപിതാക്കളും ഉറപ്പോടുകൂടെ ഇത് പറഞ്ഞത് കൊണ്ടാണ് നമ്മളെ മാമോദിസ മുക്കിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ തിരിച്ചറിവായ ശേഷം ഇക്കാര്യം നമ്മൾ ബോധ്യപ്പെടണം. എന്ത് ബോധ്യപ്പെടണം? യേശു ക്രിസ്തു ദൈവമാണെന്ന് ബോധ്യപ്പെടണം. പല മതസ്ഥാപകരിൽ ഒരുവനാണ് യേശു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ക്രിസ്ത്യാനിയാകാൻ പറ്റിയല്ല. യേശു ക്രിസ്തു എല്ലാവരുടെയും രക്ഷകനാണെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്ത്യാനി എന്ന പദവിയുള്ളൂ. അതേപ്പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വായിക്കാം. ബൈബിളിൽ നിന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യമാണ്. 11-12 എല്ലാവരും ഉച്ചത്തിൽ വായിക്കുക. വീടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. കാരണം നാം രക്ഷിക്കപ്പെടേണ്ടതിന് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. യാതൊരു സംശയത്തിനും തെറ്റിദ്ധാരണയ്ക്കും ഇടം വരാത്ത രീതിയിൽ പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രഖ്യാപിച്ചത് എന്താ? മറ്റാരിലും രക്ഷയില്ല. രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രം. ഇനി വായിക്കാൻ പോകുന്നത് കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം 389-ാം ഖണ്ഡികയാണ്. വായിക്കാം. യേശു സർവ്വമനുഷ്യരുടെയും രക്ഷകനാണ്. എല്ലാവർക്കും രക്ഷ ആവശ്യമാണ്. ക്രിസ്തുവിലൂടെ എല്ലാവർക്കും രക്ഷ നൽകപ്പെടുന്നു. ജാതിമത വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും രക്ഷ ആവശ്യമുണ്ട്. പക്ഷേ ആരേ തരുകയുള്ളൂ? അടുത്ത വാക്യം. ക്രിസ്തുവിലൂടെ എല്ലാവർക്കും രക്ഷ നൽകപ്പെടുന്നു. ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കുന്നത് യേശുക്രിസ്തുവിലൂടെ മാത്രം. അക്കാര്യം അറിഞ്ഞുകൂടാത്തവരും രക്ഷ പ്രാപിക്കുന്നത് യേശുക്രിസ്തുവിലൂടെ മാത്രം. അപ്പോൾ ഓരോരുത്തരും ഓരോ കുടുംബങ്ങളിൽ ജനിച്ചു വളർന്നു, വ്യത്യസ്ത വിഭാഗങ്ങളിലും മതത്തിലും. പക്ഷേ അതെന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷെ രക്ഷ പ്രാപിക്കുന്നത് യേശുവിലൂടെ മാത്രം. അക്കാര്യം അറിഞ്ഞുകൂടാത്തവരും രക്ഷ പ്രാപിക്കുന്നത് യേശുവിലൂടെ മാത്രം. വീണ്ടും വായിച്ചു നോക്കാം. അപ്പോസ്തലർ 4:12. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. കാരണം നാം രക്ഷിക്കപ്പെടേണ്ടതിന് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ നാമമില്ല. ഈ കാലത്ത് പ്രിയപ്പെട്ട യുവതി യുവാക്കന്മാരെ, ഒട്ടും സംശയമില്ലാതെ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകണം.
എല്ലാ മനുഷ്യരും അവരേത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും രക്ഷ പ്രാപിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. കാരണം അവൻ മാത്രമാണ് മനുഷ്യകുലത്തിൻ്റെ രക്ഷകനായി വന്നിട്ടുള്ളത്. മറ്റുള്ളവരൊക്കെ നല്ലവരാണ്, അവരെല്ലാം നന്മ പഠിപ്പിക്കുകയും നന്മയിലേക്ക് നയിക്കുകയും ചെയ്തു. എല്ലാ മതങ്ങളും നന്മ പഠിപ്പിക്കുന്നതാണ്, ദൈവത്തിലേക്ക് നയിക്കുന്നതുമാണ്. പക്ഷേ രക്ഷ, റിഡംപ്ഷൻ യേശുവിലേ ഉള്ളൂ. ഓൺലി ഇൻ ജീസസ് റിഡംപ്ഷൻ ഈസ് അവൈലബിൾ. ഈ സത്യം തിരിച്ചറിയാൻ നമ്മൾ ആരും ഇന്ന് ഗവേഷണം നടത്തണ്ട. കഴിഞ്ഞ 2000 കൊല്ലങ്ങളായി ഈ കാര്യത്തിൽ ഗവേഷണം നടത്തി ലക്ഷോപലക്ഷം കോടാനുകോടി പേരുണ്ട്. അടുത്ത വാക്യം വായിച്ച ശേഷം സംഭവം ഞാൻ പറയാം. അടുത്ത വാക്യം, ഇത് 2ാം വത്തിക്കാൻ കൗൺസിൽ പിതാക്കന്മാർ 4 വർഷത്തെ സമഗ്രമായ ദൈവശാസ്ത്ര പഠനത്തിനും പ്രാർത്ഥനയ്ക്ക് ശേഷം മാർപ്പാപ്പയോടൊപ്പം നടത്തിയ പ്രസ്താവനയാണിത്. 2635 മെത്രാന്മാരും മാർപ്പാപ്പയും കൂടി 4 വർഷക്കാലത്തെ നിരന്തര പ്രാർത്ഥനയ്ക്കും പഠനത്തിനും ശേഷം നടത്തിയ ഔദ്യോഗിക പ്രഖ്യാപനമാണ് വായിക്കാൻ. 2ാം വത്തിക്കാൻ സുനോദോസ് പ്രമാണരേഖ സഭ ആധുനിക ലോകത്തിൽ ഖണ്ഡിക 45 വായിക്കാം. മനുഷ്യവംശത്തിന്റെ കേന്ദ്രം ക്രിസ്തു തന്നെ, എല്ലാ ഹൃദയങ്ങളുടെ ആനന്ദവും അഭിലാഷപൂർത്തിയും ക്രിസ്തു തന്നെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കൽ അമേരിക്കയിലായിരുന്ന കാലത്താണ്. എല്ലാ വർഷവും ഞാൻ അവധിക്ക് നാട്ടിൽ വരും. ഇവിടെ വരുന്നത് ധ്യാനം ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു തവണ വരുമ്പോൾ അർക്കൻസ എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള ലിറ്റിൽ റോക്ക് എയർപോർട്ടിൽ നിന്നൊരു 4 മണിക്കൂറുള്ള യാത്ര ചെയ്ത് ഞാൻ ചിക്കാഗോയിൽ വന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 16 മണിക്കൂറുള്ള യാത്രയുണ്ട്, നോൺ സ്റ്റോപ്പാണ്. അപ്പോൾ എയർപോർട്ടിൽ അവിടെ വെയിറ്റിംഗ് ഏരിയ വന്നപ്പോൾ ഒരു 500 പേരൊക്കെ ഇരിപ്പുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒറ്റ സീറ്റുമില്ല. ഞാൻ വളരെ ടയേർഡായിരുന്നു. എനിക്ക് ഒന്ന് ഇരിക്കണം. എൻ്റെ 2 വലിയ ബാഗുണ്ട്. ആ ബാഗ് പിടിച്ച് നിൽക്കാൻ പ്രയാസമാണ്. അപ്പോൾ എല്ലാ ചെയറുകളും തമ്മിൽ ഇങ്ങനെ ബന്ധിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എയർപോർട്ടിനകത്ത് അങ്ങനെയാണ് സിസ്റ്റം. നമുക്ക് ഒരെണ്ണം എടുത്ത് മാറാനും പറ്റുന്നു. ഒറ്റ സീറ്റുള്ള ഇല്ലതാരും കാലിയായിട്ട്. അവസാനം ഞാൻ കണ്ടുപിടിച്ച് അപ്പോൾ ഒരു മൂലയ്ക്ക് വന്നപ്പോൾ ഒരു പില്ലറിൻ്റെ അടുത്തായിട്ട് 2 കസേരകളുണ്ട്. ഒരു കസേരയിൽ ആളില്ല, ഒരു കസേരയിൽ ആളുണ്ട്. ഓ ദൈവമേ, ഒരു സീറ്റ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ച് ഞാൻ ബാഗുമായിട്ട് ഓടിച്ചെന്നു. 2 സീറ്റ് മാത്രം ഒറ്റയ്ക്കിട്ടിരിക്കുക അവിടെ. ആ സീറ്റ് ഇരിക്കുന്ന ആളെ കണ്ടപ്പോൾ എനിക്കവിടെ ഇരിക്കാൻ താല്പര്യം തോന്നിയില്ല. അതൊരു ഭൂലോക സുന്ദരിയായിരുന്നു. മിസ് വേൾഡ് എന്നൊക്കെ പറയാവുന്ന പോലെ. അപ്പോൾ അവിടെ പോയിരിക്കാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടി വരികയില്ല. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള സംസാരിക്കാൻ പൊതുവെ ഒരു നാണമാണ്. ഞാനതുകൊണ്ട് പുറകോട്ട് പോകുന്നു. പോരുന്ന വഴിക്ക് ഒരു ദിവ്യ പ്രേരണ എനിക്കുണ്ടായി. ഗോ ആൻഡ് സിറ്റ് ബൈ ഹർ. നീ പോയി ആ പെൺകുട്ടി അടുത്ത് തന്നെ ഇരിക്കുക. ഒരു 25 വയസ്സ് പ്രായം കണ്ടേക്കും ആ പെൺകുട്ടിക്ക്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകില്ല. ഞാൻ പോയി അടുത്തിരുന്നു. എനിക്ക് ആ പെൺകുട്ടി സംസാരിക്കാൻ ഒന്നും തോന്നാത്തത് കൊണ്ട് ഞാനിങ്ങനെ അവിടെ അനങ്ങാതിരിക്കുക. കർത്താവ് എന്നോട് ഉള്ളിൽ പറയുകയാണ്, അവളോട് സംസാരിക്കുക. അങ്ങനെ പല പ്രാവശ്യം എൻ്റെ ആത്മാവിൽ ശക്തമായ പ്രേരണ വന്നപ്പോൾ കർത്താവിൻ്റെ സ്വരാന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ അവളോട് സംസാരിച്ചു. ഞാൻ അത്യാവശ്യം എന്താണ് പേരെന്ന് ചോദിച്ചു. ഒരു മദാമ്മയാണ്. എന്താണ് പേരെന്ന് ചോദിച്ചു. ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിച്ചു. അത്യാവശ്യം കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ വേറെ കാര്യങ്ങൾ സംസാരിച്ചില്ല, ഡീറ്റെയിലായിട്ട് സംസാരിച്ചില്ല. അതിന് ഉത്തരവും പറഞ്ഞു. പിന്നെയും ഞാനിങ്ങനെ ഇരിക്കുക. അപ്പോൾ കർത്താവ് എന്നോട് വീണ്ടും വീണ്ടും പറയാണ്, അവളുടെ മുഖത്തേക്ക് നോക്കുക നീ. അപ്പോഴാണ് ഞാൻ മുഖത്തേക്ക് ശരിക്കും നോക്കിയപ്പോൾ ദുഃഖം കൊണ്ട് തകർന്ന ഒരു വ്യക്തിയാണ് എനിക്ക് മനസ്സിലായത്. കർത്താവിനോട് പറഞ്ഞു, നീ എന്തിനാണ് ദുഃഖിച്ചിരിക്കുന്നത് മകളെ എന്ന് ചോദിക്കുക. എനിക്ക് ചോദിക്കാൻ പേടിയായി. കാരണം അമേരിക്കയിലെ രീതി അനുസരിച്ച് ഒരാളുടെയും പ്രൈവറ്റായ കാര്യം ചോദിക്കാൻ പാടില്ല നമുക്ക്. അയാൾ 100 കറക്കിയാൽ പോലീസിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. നിനക്ക് ഫാമിലി ഉണ്ടോ എന്ന് പോലും ചോദിക്കാൻ പാടില്ല. നീ ഏത് മതത്തിലാണ് വിശ്വസിച്ച് ചോദിക്കാൻ പാടില്ല. അപ്പോൾ ഈ കുട്ടി ബുദ്ധമതത്തിൽ ജനിച്ച് വളർന്ന കുട്ടിയാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, വർത്തമാനത്തിൽ. അപ്പോൾ നീ എന്തുകൊണ്ട് ദുഃഖിച്ച് ചോദിക്കാൻ എനിക്ക് വാസ്തവത്തിൽ പേടി തോന്നി. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക, നീ ചോദിക്കുക ആ ചോദ്യം. അവസാനം ഞാൻ ചോദിച്ചു, വൈ യു ആർ സോ സാഡ്. ഉടനെ ആ കുട്ടി എന്നെ പരിചയമൊന്നുമില്ലെങ്കിലും അവളുടെ ദുഃഖത്തിൻ്റെ കഥ മുഴുവൻ എന്നെ വിവരിച്ചു കേൾപ്പിച്ചു. ഒരു സ്നേഹബന്ധം തകർന്നതിൻ്റെ നിരാശയിലായിരുന്നു അവൾ. അവസാനം അവൾ ഇങ്ങനെ പറഞ്ഞു, ഈ വിമാനം
താഴെ ഇറങ്ങുന്ന ഉടൻ തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യും. കാരണം എനിക്കിനി ദുഃഖം താങ്ങാൻ പറ്റുകയില്ല. ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, എന്ത് ചെയ്യും ഇവളെ രക്ഷിക്കാൻ? ഇവൾ ബുദ്ധമതത്തിൽ ജനിച്ചൊരു പെൺകുട്ടിയാണ്. ഇവളോട് ആരെപ്പറ്റി പറഞ്ഞ് രക്ഷപ്പെടാം? ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ്. ഒരു കത്തോലിക്ക പുരോഹിതൻ്റെ ഔദ്യോഗിക വേഷവിധാനത്തോടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഉടനെ പരിശുദ്ധാത്മ എന്നോട് പറഞ്ഞു, നീ ഇത്രയും പറയുക, അവൾ ഏത് മതത്തിൽ ജനിച്ചായിക്കൊള്ളട്ടെ, ഇത്രയും പറയുക, അവളെ യേശു സ്നേഹിക്കുന്നു എന്ന് പറയുക. ഞാൻ ഉടനെ തന്നെ 2 കൊച്ചു വാക്കുകൾ അവളോട് പറഞ്ഞു. അവൾക്ക് മലയാളം മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ജീസസ് ക്രൈസ്റ്റ് ലവ്സ് യു ടു ദി എക്സ്റ്റെൻഡ് ഓഫ് ഡൈയിങ് ഫോർ യു ഓൺ ദ ക്രോസ്. ഇത് പറഞ്ഞ ഉടനെ ഒരു യഥാർത്ഥ അത്ഭുതം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. ദുഃഖം കൊണ്ട് തകർന്ന് കണ്ണൊക്കെ മുക്കാലും അടഞ്ഞുപോയി, മുഖമൊക്കെ വാടി വിളറി വെളുത്തിരുന്ന ആ പെൺകുട്ടിയുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കാൻ തുടങ്ങി. കണ്ണുകൾ നിറഞ്ഞ് ധാരധാരയായി കണ്ണീരൊഴുകാൻ തുടങ്ങി. ശരീരം ആസകലം വിറയ്ക്കാൻ തുടങ്ങി. യേശു നിന്നെ സ്നേഹിക്കുന്നുവെന്ന് 2 വാക്ക് കേട്ടതാ. എനിക്ക് തന്നെ അതിശയം, എന്തായി സംഭവിച്ചത്? കുറേ സമയമെടുത്തു ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരാൻ, ശാന്തമാകാൻ. ശാന്തമായി കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഐ ഡു പ്രോമിസ് യു that I accept Jesus Christ as my God from now on. ഇന്നേ വരെ യേശുവിനെ പറ്റി യാതൊന്നും അറിയാത്ത, ആത്മഹത്യയുടെ വക്കിലെത്തിയ ആ അതിസുന്ദരിയായ പെൺകുട്ടി പറഞ്ഞ വാക്കാണ്. ഇപ്പോൾ മുതൽ യേശു ക്രിസ്തുവിനെ എൻ്റെ ദൈവമായി ഞാൻ സ്വീകരിക്കുന്നു. ഈശോ പറഞ്ഞില്ലേ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥം. എനിക്ക് ആ പെൺകുട്ടിയുടെ പേര് ഓർക്കാൻ എനിക്ക് പറ്റുന്നില്ല. ചെറിയൊരു മുഖഭാവം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. എനിക്ക് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല അവളുമായിട്ട്. പക്ഷേ അവൾ ജീവിച്ചിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയവർക്ക് ആർക്കും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. കാരണം അവൾ ഒരു യുവാവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ട ദുഃഖത്തിലായിരുന്നെങ്കിൽ ഏറ്റവും കോമളനും ഏറ്റവും സുന്ദരനും ഏറ്റവും സ്നേഹത്തിൻ്റെ പൂർണ്ണതയുള്ളവനുമായ യേശു ക്രിസ്തു നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അവളെന്തിനാണ് സൂര്യപ്രകാശം ഉള്ളപ്പോൾ മെഴുകുതിരി വെട്ടത്തിന് പുറകെ പോകുന്നത്? എന്തിനാ? സൂര്യപ്രകാശം ഉള്ളപ്പോൾ മെഴുകുതിരി വെട്ടത്തിന് എന്ത് പ്രസക്തി? ഈ വീട്ടിൽ ഒത്തിരി പേര് തെറ്റായ സ്നേഹബന്ധങ്ങളെല്ലാം കുടുങ്ങി തകർന്നാണ് വരുന്നത്. പക്ഷേ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നു കഴിയുന്നതോടെ എല്ലാം വ്യത്യാസമുണ്ട്. സൂര്യപ്രകാശം ലഭിക്കും, പിന്നെ മെഴുകുതിരി വെട്ടത്തിന് പ്രസക്തിയില്ല. തിരിച്ചറിവിലേക്ക് വരും. ഹല്ലേലൂയ. നമ്മൾ അവതരിപ്പിച്ച വിഷയത്തിൻ്റെ 2ാം ഭാഗമാണ്. സർവ മനുഷ്യരുടെയും രക്ഷകൻ യേശു ക്രിസ്തുവാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? നമ്മൾ പറഞ്ഞല്ലോ, എല്ലാവരും രക്ഷഭാഗ്യ യേശുവിലൂടെയാണ്. എല്ലാവരും, ക്രൈസ്തവർ മാത്രമല്ല, എല്ലാവരും. അക്കാര്യം അറിയാൻ പാടില്ലാത്തവരും രക്ഷഭാഗ്യ യേശുവിലൂടെയാണ്. അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ പോവാം. 7 കാരണങ്ങളുണ്ട്. ഏറെ കാരണം പറയാൻ പറ്റും. നമ്മൾ ഈ ധ്യാന പശ്ചാത്തലത്തിൽ അധികം പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് 7 കാര്യം പറയാൻ പോവാം. നമ്മൾ ആ താഴെ വരുന്നതിൻ്റെ ഹെഡിങ്സ് മാത്രം എല്ലാവരും ഉറക്കെ വായിക്കണം. വെറുതെ വായിച്ചാൽ പോരാ, അത് പറഞ്ഞു കഴിയുമ്പോൾ 7 ബൈഹാർട്ടാകണം. വായിക്കാം ഉച്ചത്തിൽ. പാപത്തിൽ നിന്ന് എല്ലാവരെയും യേശു രക്ഷിക്കും. അടിമത്തത്തിൽ നിന്ന് എല്ലാവരെയും യേശു സ്വതന്ത്രരാക്കും. ദുഃഖത്തിൽ നിന്ന് എല്ലാവരെയും യേശു രക്ഷിക്കും. പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് എല്ലാവരെയും യേശു മോചിപ്പിക്കും. ശാപത്തിൽ നിന്ന് എല്ലാവരെയും യേശു രക്ഷിക്കും. സകല രോഗങ്ങളിൽ നിന്ന് എല്ലാ രോഗികളെയും യേശു സുഖപ്പെടുത്തും. നിത്യമരണത്തിൽ നിന്ന് മോചിപ്പിച്ച് സകലർക്കും നിത്യജീവൻ യേശു നൽകും. ഹല്ലേലൂയ. ഇതൊക്കെയാണ് പാപത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, എല്ലാവിധ രോഗങ്ങളിൽ നിന്ന്, നിത്യമരണത്തിൽ. വെരി ഗുഡ്.
പ്രൈസ് ദി ലോർഡ്. A+ എല്ലാവരും നേടിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഏതൊക്കെയാണ്? പാപത്തിൽ നിന്ന്, പുസ്തകം നോക്കാൻ പറയട്ടെ. പാപത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, സകലവിധ രോഗങ്ങളിൽ നിന്ന്, നിത്യമായ മരണത്തിൽ നിന്ന്. കണ്ടോ, ഇതെല്ലാം എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഒരു ഇസ്ലാം വിശ്വാസിക്കായാലും, ഒരു ബുദ്ധമതക്കാരനായാലും, ഒരു ഹിന്ദുവിനായാലും, ഒരു യഹൂദനായാലും പാപത്തിൽ നിന്ന് മോചനം വേണ്ടേ? അടിമത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടണ്ടേ? ദുഃഖത്തിൽ നിന്ന് വിടുതൽ കിട്ടണ്ടേ? പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് മോചനം കിട്ടണ്ടേ? ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടണ്ടേ? നിത്യമായി ജീവിക്കണ്ടേ? മനുഷ്യനാണോ? എല്ലാവർക്കും ആവശ്യമുണ്ട്. പക്ഷെ എന്താ ഇവിടുത്തെ പ്രത്യേകത? ഈ 7 കാര്യങ്ങളും യേശുവിന് മാത്രമേ തരാൻ പറ്റുകയുള്ളൂ. ഒന്നാമത്തേത് പാപത്തിൽ നിന്ന് മോചനം. മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭാരമാണ് പാപത്തിൻ്റെ ഭാരം. ഒരു പാപം ഒരാൾ ചെയ്താൽ, ഒരു ചില്ല് ഗ്ലാസ് താഴെ വീണ് ഉടഞ്ഞു തകർന്നാൽ എങ്ങനെയാകുമോ അതുപോലെയാകും പാപം ചെയ്യുന്നവൻ്റെ പേഴ്സണാലിറ്റി, ആന്തരിക വ്യക്തിത്വം. ഒരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാ മതത്തിലും പെട്ടവർക്ക് അതിയായ ആഗ്രഹമുണ്ട് പാപത്തിന് പരിഹാരം ചെയ്യണം. അതുകൊണ്ട് എല്ലാ മതത്തിലും ഉപവാസം, നോയമ്പ്, പ്രാശ്ചിത്തം, പരിഹാരകൃത്യങ്ങൾ. പാപങ്ങൾ അലയുകയാണ്. പക്ഷേ ആർക്കും പാപമോചനം കിട്ടുകയില്ല യേശു ക്രിസ്തുവിടെ അല്ലാതെ. കാരണം എന്താ? പാപം എന്താ? എന്താണ് പാപം? പാപത്തിൻ്റെ ഡെഫിനിഷൻ എന്താ? മതബോധന ഗ്രന്ഥം ഈ പുസ്തകം 1850 ഖണ്ഡിക. ഈ ആദ്യത്തെ വാചകം മാത്രം വായിച്ചാൽ മതി. പാപം ദൈവത്തിനെതിരെയുള്ള ദ്രോഹമാണ്. പ്രൈസ് ദി ലോർഡ്. പാപം എന്താ? ഒഫൻസ് അഗൈൻസ്റ്റ് ദ പേഴ്സൺ ഓഫ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ആർക്കേ പാപം മോചിക്കാൻ പറ്റുകയുള്ളൂ? ആർക്കേ പറ്റുകയുള്ളൂ? ഉറക്കെ പറഞ്ഞേ, ദൈവത്തിന് മാത്രം. അതുകൊണ്ടാണ് പാപമോചനം കിട്ടണോ, ഏത് മതത്തിൽപ്പെട്ട ആളായാലും കൊള്ളാം, ഏത് ജാതിയിൽപ്പെട്ട ആളായാലും കൊള്ളാം, പാപമോചനം കിട്ടണോ, യേശുവിൻ്റെ അടുത്ത് വരണം. ഹല്ലേലൂയ. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ഭാഗ്യം എന്താണെന്നറിയാമോ? അവനെപ്പോലെ ഭാഗ്യമുള്ള ആരും ലോകത്തിലുണ്ട്. അവന് ബോധ്യമുണ്ട് അവൻ പാപം ചെയ്തു പോയാൽ തന്നെയും യേശു ക്രിസ്തുവിലൂടെ അവന് പാപമോചനം ഉണ്ട്. അതാണ് നമ്മൾ 12 വിശ്വാസസത്യങ്ങളിൽ, വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന ഒരു വിശ്വാസസത്യം എന്താ? പാപങ്ങളുടെ മോചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അത് ആ വിശ്വാസ പ്രമാണം, ദീർഘമായ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് എന്താ? പാപമോചനത്തിലുള്ള ഏക മാമോദീസയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് മാമോദീസ? ക്രിസ്തുവിൽ സ്നാനമേൽക്കുന്നതിന് അർത്ഥം എന്താ? പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക എന്നാണ് അർത്ഥം. അതാണ് ഈ വെള്ളത്തിലൊക്കെ മുങ്ങുന്ന രീതിയിൽ ആദ്യകാലത്ത് മാംസം മുക്കിയത്. ആ പാപ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു, എഴുന്നേറ്റ് വരുന്ന ഒരു പുതിയ വ്യക്തിയാണ്. ഡയറിയിൽ വായിക്കാം. ജോസഫ് ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, മറിയത്തെ ഭാര്യയായി സംഗീക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളുടെ പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കണ്ടോ? അപ്പൊ യേശുവിൻ്റെ ആഗമന ഉദ്ദേശം വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ജനത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ളവനാണ് യേശു. വേറെ ആരെ പറ്റിയും അങ്ങനെ ഒരു പ്രസ്താവനയില്ല. സ്വർഗത്തിൽ നിന്ന് പറയാണ്, യേശു മാതാവിൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടിട്ടേ ഉള്ളൂ. മാലാഖ പറയാണ് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഇനി യേശു സ്വയം പറഞ്ഞ എന്താന്ന് നോക്കാം. താഴെ വായിച്ചേ, മത്തായി 9:13. ഞാൻ വന്നത് നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ്. നോക്കുക, പാപികളോട് യേശുക്രിസ്തുവിന് വലിയ സ്നേഹമാണ്. രോഗികളോട് ഒരു യഥാർത്ഥ ഡോക്ടറിന് പ്രത്യേക അനുകമ്പയുണ്ടാകും. ആരോഗ്യമുള്ള ഒരാളെ കാണുന്നതിനേക്കാളും വലിയ അനുകമ്പയായിരിക്കും ഒരു നല്ല ഡോക്ടറിന് രോഗിയെ കാണുമ്പോൾ. അതുപോലെ യേശുക്രിസ്തുവിന് ഒരു പാപിയെ കാണുമ്പോൾ വല്ലാത്തൊരു സ്നേഹമാണ്. നശിച്ചവനായി കണക്കാക്കുകയില്ല, രക്ഷപ്പെടേണ്ട ഒരു അമൂല്യ വ്യക്തിയായി. അതുകൊണ്ടാണ് ഓർക്കുന്നില്ലേ, ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് നിയമപ്രകാരം, ബൈബിളിലെ നിയമപ്രകാരം
കല്ലെറിഞ്ഞ് കൊല്ലേണ്ടപ്പോഴാണ് ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ. അവളെ കല്ലെറിയാൻ കൊണ്ടുപോകുമ്പോൾ ഈശോ വന്നിട്ട് എന്താ പറയുന്നത്? മകളെ, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, നീ ഇനി മേൽ പാപം ചെയ്യരുത്. പാപികളോടുള്ള യേശുവിൻ്റെ വിസ്മയനീയമായ കരുണ, സ്നേഹം ആണ് ഗോസ്പൽ. കണ്ടോ, ലോകത്തിലെ എല്ലാ മതങ്ങൾക്കും മതഗ്രന്ഥങ്ങളുണ്ടെങ്കിലും മതഗ്രന്ഥത്തിൻ്റെ മാത്രം പേരാണ് ഗോസ്പൽ, ഗുഡ് ന്യൂസ്. എന്താ കാര്യം? ഏത് ദുഷ്ടനും ക്രിസ്തുവിൽ പ്രത്യാശയുണ്ട്. എത്ര വലിയ പാപം ചെയ്ത വ്യക്തിക്കും യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നാൽ പാപമോചനം കിട്ടും.